രാഹുൽ ഈശ്വറും നാസ്തിക മോർച്ച അനുയായി ആരിഫ് ഹുസൈനും തമ്മിൽ ഒരു സംവാദം നടക്കുകയുണ്ടായി. അതിനാധാരമായത് ആരിഫ് ഹുസൈൻ തന്നെ പുറത്തുവിട്ട വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ എന്ന് ChatGPT എന്ന് അവകാശപ്പെട്ട ഒരു ഗ്രാഫായിരുന്നു. ആരിഫ് തന്നെ അത് പുറത്തുവിട്ടു. എന്നാൽ ഇത്തരം ഒരു ഗ്രാഫ് ChatGPT നൽകിയിട്ടില്ല എന്ന് ChatGPT തന്നെ വ്യക്തമാക്കി. ഇത് കയ്യോടെ പിടിക്കപ്പെട്ടതോടെ അതിനെ ശക്തമായി വിമർശിച്ചും തെളിവുകൾ നിരത്തിയും രാഹുൽ ഈശ്വർ രംഗത്ത് വന്നതോട് കൂടിയാണ് ഇസ്ലാം വിമർശനത്തിൻ്റെ പേരിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നാസ്തികരുടെ തനി നിറവും ഇസ്ലാം വിമർശനവും വിരോധവും എത്രത്തോളമാണ്, എങ്ങനെയൊക്കെയാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതുമൊക്കെ മാലോകർക്ക് മുൻപ് അറിയാമെങ്കിലും കൂടുതൽ വെളിപ്പെട്ടത്. സംഭവം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ്. തൻ്റെ കള്ളം കയ്യോടെ പിടിക്കപ്പെട്ടതോടെ ജാള്യത മറക്കാൻ ആരിഫ് തൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ രാഹുൽ ഈശ്വറിനെ സംവാദത്തിന് ക്ഷണിക്കുകയാണ്. 2 മണിക്കൂർ നീണ്ട സംവാദത്തിൻ്റെ ആദ്യ 1 മണിക്കൂറും സംസാരിക്കുന്നത് ഇതേ ആരിഫ് ഹുസൈൻ തന്നെ. തൻ്റെ വാദങ്ങൾ ന്യായീകരിക്കാൻ സമയം കണ്ടെത്തുക എന്നതല്ലാതെ ChatGPT ഇത്തരത്തിൽ മറുപടി നൽകിയോ എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും അദ്ദേഹം നൽകിയില്ല. നിരവധി സെർച്ച് കോറികളിലൂടെ തൻ്റെ ഭാവനക്കൊത്ത ഒരു ഉത്തരം താൻ തന്നെ തയ്യാറാക്കി ChatGPTയുടെ ഉത്തരമെന്ന രീതിയിൽ നൽകുകയായിരുന്നു എന്ന് രാഹുലിന് ആരിഫിൻ്റെ മേൽ പറയാൻ കഴിഞ്ഞു. രാഹുൽ ഈശ്വറിൻ്റെ സംസാരത്തിനിടക്ക് ബഹളമുണ്ടാക്കിയും ഒരു ചർച്ചയുടെ യാതൊരു സാമാന്യ മര്യാദയും കാണിക്കാതെയുമുള്ള സംവാദത്തിൽ പക്ഷേ ക്ഷമയോടെ തൻ്റെ വാദം കിട്ടിയ അവസരങ്ങളിലെല്ലാം വളരെ ലഘുവായി സമയബന്ധിതമായി അവതരിപ്പിക്കാൻ രാഹുലിന് കഴിഞ്ഞു. ഇതൊരു ഒഫീഷ്യൽ സംവാദമൊന്നുമല്ല. ഈ ആരിഫ് ഹുസൈൻ തന്നെ തനിക്ക് പറ്റിയ അമളി സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ അമളിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ രാഹുൽ ഈശ്വറിനെ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ നടത്തിയൊരു സംവാദമാണ്. പക്ഷേ അതിലൂടെ ആരിഫ് ഹുസൈൻ്റെ ഈ വിഷയത്തിലുള്ള അറിവിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. രാഹുൽ ഈ ഉത്തരം എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു പ്രസൻറ്റേഷനിടെ രാഹുൽ പറഞ്ഞ ChatGPTയുടെ വേർഷൻ സംബന്ധിച്ച ഒരു പരാമർശത്തിൽ തൻ്റെ പരാജയം മറക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം ഡീപ്പ് റിസർച്ച് എന്ന ChatGPTയുടെ തന്നെ ഓപ്ഷൻ ഡീപ്പ് സെർച്ച് എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നും അതിനെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുമുണ്ട്. ഡീപ്പ് റിസർച്ച് നൽകിയാൽ സമയമെടുത്ത് ഈ വിഷയത്തിലെ ഏറ്റവും പഠനാർഹമായ ഉത്തരമാണ് GPT നമുക്ക് നൽകുക. എന്നാൽ തൻ്റെ ചോദ്യങ്ങൾ ഡീപ്പ് സെർച്ച് ആയിരുന്നു എന്നും തനിക്ക് വേണ്ട ഉത്തരം കിട്ടേണ്ടതിനാൽ ഓരോ ചോദ്യവും താൻ തന്നെ തയ്യാറാക്കി ആ ഉത്തരങ്ങൾ ക്രോഡീകരിക്കുകയുമായിരുന്നു എന്നാണ് ആരിഫ് ഇവിടെ വ്യക്തമാക്കിയത്. ഇവിടെ ശരിയായ റിസർച്ച് ആണോ എന്ന് രാഹുൽ ഈശ്വർ പല തവണകളിലായി ചോദിക്കുന്നുണ്ട്. പക്ഷേ തനിക്കനുകൂലമായ ഉത്തരങ്ങൾ കിട്ടേണ്ട ചോദ്യങ്ങൾ ഡീപ്പ് റിസർച്ച് ആണെന്നും ഡീപ്പ് സെർച്ച് എന്ന് പറയുന്നു എന്നുമാണ് ആരിഫ് അതിന് ഉത്തരമായിട്ട് നൽകുന്നതും വാദത്തിൽ പിടിച്ചു നിന്നതും. ഇതോടെ ആധികാരികമായ ഉത്തരമല്ല ആരിഫിന് ആവശ്യം, തൻ്റെ മാനസിക സുഖത്തിന് കാരണമാകുന്ന ഉത്തരമാണ് തനിക്കാവശ്യമെന്ന നിലവാരത്തിലേക്ക് ആരിഫ് എത്തുന്നത് നമ്മൾ കാണുകയാണ്. ആ വലിയ അബദ്ധത്തെ അഭിമാനത്തോടെ ആരിഫ് അവകാശപ്പെടുന്നു എന്നതിൽ നിന്നും യുക്തിവാദം എങ്ങനെയാണ് മനുഷ്യരെ നയിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിച്ചു. ഈ സംവാദത്തിലുടനീളം ഇതൊരു ഉദാഹരണമാണെങ്കിൽ ഈ 2 മണിക്കൂർ നീണ്ട ഈ സംസാരങ്ങൾക്കിടയിൽ ആരിഫ് പറയുന്ന പലവിധ അബദ്ധങ്ങൾ വേറെയുമുണ്ട്. കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല, കാര്യങ്ങളെ വക്രീകരിക്കുന്നതിലും അപരമത വിദ്വേഷവും ധ്രുവീകരണവും നടത്തുന്നതിലുമാണ് തങ്ങൾക്ക് താല്പര്യമെന്ന് മാലോകരെ ബോധ്യപ്പെടുത്തുന്ന സംവാദമായി അത് മാറി. യുക്തിവാദികൾ സംവാദങ്ങളിലെല്ലാം പുലർത്തി വരുന്നതും ഇത് തന്നെയാണ്. ഉപരിപ്ലവമായ കാര്യങ്ങൾ മനുഷ്യർക്കിടയിലേക്ക് പങ്കുവെക്കുക, ആത്യന്തികമായ വിഷയങ്ങളെയും വിശകലനങ്ങളെയും ഭയപ്പെടുക, അതിനെ വക്രീകരിക്കാൻ ശ്രമിക്കുക, അത് വലിയ അഭിമാനപരമായോ ബുദ്ധിപരമായോ തന്ത്രപരമായുള്ള തീരുമാനമായോ ഒക്കെ സ്വയം പുളകം കൊള്ളുക, ഇതൊക്കെയാണ് ഇവരുടെ രീതി. മുൻപ് ഷുഹൈബുൽ ഹൈത്തമിയുമായി നടന്ന സി രവിചന്ദ്രൻ്റെ സംവാദത്തിലും നമ്മൾ അതുതന്നെ കണ്ടു. നാസ്തിക സൈദ്ധാന്തികൻ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന EA ജബ്ബാറും മുൻപ് വലിയ അബദ്ധങ്ങൾ ആലങ്കാരമാക്കിയിരുന്നതും നമ്മൾ കണ്ടു. നാസ്തിക ബുദ്ധിജീവികളായി അവർ കരുതുന്ന രവിചന്ദ്രനും EA ജബ്ബാറും പുലർത്തി വരുന്ന അതേ പാതയിലൂടെ തന്നെയാണ് 2ാം തലമുറയിലെ നേതാവ് എന്ന് നാസ്തിക മോർച്ച അവകാശപ്പെടുന്ന ആരിഫ് ഹുസൈനും സഞ്ചരിക്കുന്നത്. ഏതായാലും എന്തിനേയും പഠിക്കാൻ കഴിയുന്നൊരു നല്ല തലമുറ വളർന്നു വരുന്നത് ഇവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും കയ്യോടെ പിടിക്കപ്പെടാൻ സഹായകമാകുന്നുണ്ട്. രാഹുൽ ഈശ്വർ എടുത്ത ആ ഒരു എഫേർട്ടിനെ നമുക്ക് അഭിനന്ദിക്കാതെ വകയില്ല.